ഇന്നിപ്പോൾ കൊട്ടക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അരിനെല്ലിക്ക പറിക്കാനാണ്. നമുക്ക് 2 അരിനെല്ലിക്കൻ്റെ മരം ഉണ്ട്. ഒന്നിലുള്ളത് പറിച്ചു കഴിഞ്ഞു. ഇതിൽ നോക്ക്, ഇതാ താഴെ തന്നെ ഇഷ്ടം പോലെ അരിനെല്ലിക്ക ഉണ്ട്. ആദ്യമായിട്ടാട്ടോ അരിനെല്ലിക്ക ഇങ്ങനെ താഴ്ഭാഗത്ത് ഇങ്ങനെ കൂടുതൽ ഉണ്ടാകുന്നത്. അധികം ഉണ്ടാകുക മുകൾ ഭാഗത്ത് നല്ല തറ്റത്തായിട്ടേക്കും. ഈ ഒരു മരത്തിൽ ഇവിടെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി ഇഷ്ടം പോലെ അരിനെല്ലിക്കാണ്. നല്ല മൂപ്പായ അരിനെല്ലിക്കയാണ്. ഇത് കുറച്ചുകൂടി പടർന്ന മരം കേട്ടോ. നമ്മൾ ആദ്യം പറിച്ച മരം കുത്തനെ പോയിട്ട് ഭയങ്കര പണിയാണ് പറിക്കാൻ. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്താൽ കുറച്ച് അരിനെല്ലിക്ക പറിക്കുന്നതിനൊക്കെ. ഇതിങ്ങനെ പടർന്നായതുകൊണ്ട് എല്ലാ സൈഡിലേക്ക് അങ്ങോട്ടുണ്ട്. ഇവിടെ ഒരു കൊമ്പിൽ നോക്ക്, നല്ല മൂപ്പായതാ. മൂപ്പായി കഴിഞ്ഞാലാണ് ഈ ഒരു നിറത്തിൽ വരിക. പച്ചന്നൊക്കെ മാറി ഒരു ഇളം നിറം വരും. അപ്പൊ നമുക്ക് താഴ്ന്നു തന്നെ ഇനി അങ്ങനെ പറിച്ചു തുടങ്ങാം. ആദ്യം എന്തായാലും കയറിയ കൊഴിയും. അപ്പൊ നമുക്ക് ഷീറ്റ് വിരിച്ച നിലത്ത് വീണ് അപ്പം ഈ മണ്ണായിപ്പോ. ഇതൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം റെഡിയാക്കിയത് പച്ചമുളക് നടാനുള്ള കേട്ടോ. അപ്പൊ അതിന്റെ ഏരി ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ചീരയായിരുന്നു, ചീരയൊക്കെ മാറ്റി ഇപ്പം നമ്മളിനി പച്ചമുളക് നട്ടു കൊടുക്കണം. പറിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നമുക്ക് വിരിച്ചു കൊടുക്കാം. എന്തായാലും കയറുമ്പോൾ കൊഴിയില്ല. നോക്ക്, ഇവിടെയൊക്കെ കുറച്ച് ചെറുതാണ്, പക്ഷെ അങ്ങോട്ടും നോക്കുമ്പോൾ വലുപ്പമായി വരുന്നുണ്ട് കേട്ടോ. കായ തന്നെയാണ്. ഇനി ഇത് കൊഴിഞ്ഞു പോകും. മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ അരിനെല്ലിക്ക് നിൽക്കില്ല. അപ്പം ഇതിൻ്റെ അടിയിലൊക്കെ കാണാം നമുക്ക് കുറേ കൊഴിഞ്ഞ് കിടക്കുന്നതാണ്. കുഞ്ഞോളൊന്നാട് കാല് മാറ്റി വലിക്കട്ടെ. എന്താ അറിയോ, ഇങ്ങോട്ട് വെച്ചിട്ടില്ലെങ്കിൽ താഴെ വീണത് കുഴപ്പമില്ലാതെ കിട്ടും. എന്തായാലും കൈയായിട്ട് താഴെ തന്നെ കിട്ടുന്നുണ്ട്. ബാക്കി നമുക്ക് സ്റ്റാൻഡിൽ എന്തായാലും കയറണം. നല്ലൊരു ഭംഗിയായിട്ടത് കാണാൻ. നമുക്കിതാ താഴെ തന്നെ അങ്ങോട്ട് പറിച്ചു തുടങ്ങാം. കാപ്പി പറിക്കുന്ന ഓർമ്മ വരുന്നു. ഇങ്ങനെ പറിച്ചത് ഇതൊക്കെ ചെറിയ കൊല കേട്ടോ. വലിയ കൊല കിട്ടും നോട്ടെ. നമ്മൾ ആദ്യം പറിച്ചതിൽ നല്ല വലിപ്പമുള്ള കൊലകളായിട്ട് കിട്ടിയിരുന്നു. ഇതില് ഉണ്ട് ഇങ്ങനെ കിട്ടിയ നല്ല ഭംഗിയ. നോക്ക്, ഇത് കുറച്ച് ചെറുതാട്ടോ. കൂടുതൽ ഉള്ളതുകൊണ്ട് അറിയില്ല. ഇതിൽ കുറച്ച് ചെറിയ അരിനെല്ലിക്ക ഉള്ളത്. മുകളിലോട്ട് വലുതുണ്ട്. അതെല്ലാ സാധനം അങ്ങനെ തന്നെയല്ലേ, കൂടുതൽ ഉണ്ടാകുമ്പോൾ വലിപ്പം കുറഞ്ഞു. ഞാൻ കറക്റ്റ് ഇത് ഓർമ്മ വരുന്നത് ഇങ്ങനെ കാപ്പി പറയും. അതുകൊണ്ട് ഇങ്ങനെ വലിച്ചു വരുന്നത് ഞെട്ടിയായിട്ട് പറിക്കാൻ. ഇതിങ്ങനെ താഴ്ന്ന് പറിക്കുന്നത് കുറേ ദിനം ശേഷം കേട്ടോ. ഇങ്ങനെയൊന്നും താഴെ ഉണ്ടാവലില്ല. ഇപ്പോഴും ഈ സാധനം ഉണ്ടാവുക മുകളിലാണ്. ഈ മരത്തിലും അങ്ങനെ തന്നെ മുകളിൽ തന്നെ ഉണ്ടാവില്ല. ഇനി തീർത്ത് പറിക്കുക. നല്ല കൊഴിച്ചിൽ വരുന്നുണ്ട്. ഇനിയിപ്പം മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കൊഴിയും. പിന്നെ ചിലത് ഇപ്പൊ ഈ കൊലയിൽ തന്നെ നല്ല മൂപ്പായതുകൊണ്ട് കുറച്ച് മൂപ്പ് കുറഞ്ഞതുകൊണ്ട്, പക്ഷെ അങ്ങനെ നിർത്തി പറിക്കാൻ കഴിയൂല. കണ്ടോ, ഇതിൽ കണ്ടോ, താഴത്തെ 2 നല്ല മൂത്ത്, ഈ സൈഡ് കാണുന്നത് ഇത് കുറച്ച് കുറവുണ്ട്. പക്ഷെ ഉപ്പിലിടാൻ പറ്റി പോകാൻ തന്നെ. ഇപ്പൊ ആ ചവർപ്പ് നോക്കട്ടെ, പറിച്ചോക്കട്ടെ. ഓ ഭയങ്കര പുളി, ചവർപ്പൊന്നുമില്ല. അധികം മൂക്കാതെ പറിച്ചാൽ ചെറിയൊരു ചവർപ്പ് വരും. അതാ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് അരിനെല്ലിക്കതാ ഇതിലൊക്കെ നമുക്ക് ഏതാ പറിക്കേണ്ടി തോന്നില്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളുണ്ട്. അതാ 2 ദിവസം മുന്നേ പറിച്ചല്ലേ, നല്ല വലുപ്പമുള്ളത്. അത് പിന്നെ മരം കാലിയാക്കിട്ടോ. നമുക്ക് താഴ്ഭാഗത്തും ഈ സ്റ്റാൻഡിൽ കയറി പറിക്കാൻ പറ്റുന്നൊക്കെ ആദ്യം പറിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വേറെ ഐഡിയ ഉണ്ട്. നമ്മളെ തോട്ടി അത് വെച്ച് തന്നെ പറിക്കണം. നല്ല തൊടുമ്പത്തേക്ക് ഇങ്ങനെ ഊർന്ന് വീണ്ടും നമുക്ക് കേട്ടോ. കുറച്ചൊക്കെ താഴെ പോകണ്ടേ, ഞാൻ സ്പീഡ് പറിച്ചിട്ട്. കുറേ ആള് നമ്മൾ വീഡിയോ ഇട്ടിട്ടൊക്കെ അരിനെല്ലിക്ക ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്നൊക്കെ വരികയാണെങ്കിലേ കൊണ്ടുപോവാ. നമുക്ക് കൊറിയർ അയക്കാനൊന്നും പറ്റില്ല. ഈ അരിനെല്ലിക്കും നെല്ലിക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. പറിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിലത്തിടാതൊക്കെ പറിച്ചതായിരിക്കും. പക്ഷെ വേഗം അതൊരു എന്താ പറയുക, ഒരു ഡാമേജ് വന്ന പോലെ തോന്നും അല്ലേ. ഒന്നും അങ്ങനെ നിലത്തിടാതൊക്കെ പറിച്ചു കഴിഞ്ഞാലും എത്ര ശ്രദ്ധിച്ച് പറിച്ചാലൊക്കെ കൂടുതൽ സമയം ഇത് എടുത്തു വെക്കാൻ പറ്റില്ല. അല്ല, സാധാരണ നെല്ലിക്ക അങ്ങനെ ആവും. സാധാരണ നെല്ലിക്ക ഒരു ദിവസം കഴിഞ്ഞിട്ടാവുള്ളൂ. അരിനെല്ലിക്ക പെട്ടെന്നാവും. ഇപ്പൊ കുഞ്ഞാത്തൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് താത്തൊക്കെ കോഴിക്കോട് നിന്ന് വാങ്ങിച്ചു വന്നിട്ട്
വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു. വയനാട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നെല്ലിക്കയുടെയൊക്കെ ഇത് മാറി. ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറച്ച് മുന്നേ. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടാണ്ട്. ആദ്യമൊക്കെ നമ്മളിത് വാങ്ങിക്കലായിരുന്നു. ഈ മരമൊന്നും തുടക്കത്തിലൊന്നും അങ്ങനെ കായ്ച്ചിട്ടില്ലായിരുന്നു. ഒരു 4-5 വർഷമായിട്ടൊക്കെ നല്ല കായ്കളുണ്ടാണ്ട്. അപ്പോൾ പറഞ്ഞത് അടുത്തുള്ളവർക്ക് നേരെ വന്നാലൊക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറിച്ചതൊക്കെ അടുത്തുള്ളവരൊക്കെ വന്ന് ഇവിടെ വാങ്ങിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ വീഡിയോ ഇട്ട ഉടനെ തന്നെ വന്ന് ഇവിടെ ചോദിച്ചിട്ട് അപ്പോൾ തന്നെ അവരോട് ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. നമുക്ക് കൊറിയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുറേ ആൾ ചോദിക്കുന്നുണ്ട് കൊറിയർ ചെയ്യാന്നൊക്കെ. പക്ഷെ എന്തായാലും ഇത് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഫ്രഷ്നെസ് പോകും. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്തോ ഇത്രയും ഇതുള്ളതാണ് നമ്മൾ വാങ്ങിച്ചതെന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഇവിടെ വന്ന് വാങ്ങിക്കുകയാണ് ഇതൊക്കെ. ഇങ്ങനത്തെ സൂപ്പർ സാധനം കൊണ്ടുപോകാൻ എന്തായാലും. അപ്പോൾ ഇനി കുറച്ച് ഹൈറ്റിലോട്ടുള്ളതാണ്. അത് സ്റ്റാൻഡ് കിട്ടും. നമുക്ക് കൊമ്പ് പതുക്കെ താത്തണം. വേഗം പൊട്ടും ചെയ്യും. ഇതങ്ങോട്ട് വെച്ചിട്ട് കൊട്ട കൊണ്ട് എടുക്കും. കൊട്ട എടുത്തോ. ഞാൻ കുറച്ചുകൂടെ ഹൈറ്റ് കയറട്ടെ. ഇത് സൂപ്പർ കേട്ടോ. വലിപ്പമുള്ള ഉണ്ടല്ലേ. ഈ ഒരു കൊമ്പിൽ നോക്ക് ഇനി പറിക്കാൻ പോകുന്നേ. ഇതാട്ടോ ഇവിടെ കാണുന്നുണ്ടോ? നല്ല വലിയ അരിഞ്ഞിരിക്കതാ. വലിപ്പമുണ്ട്, നല്ല മൂപ്പായതാ. നമ്മളെ ഏരിയയിലോട്ട് സ്റ്റാൻഡിന്റെ കാലിൽ നിന്നിട്ട് താന്നു പോവുക. ഒരു ഭാഗം ഏരി ഉണ്ട്, ഒരു ഭാഗം പച്ചമുളകിന് ഇങ്ങനെ ഏരി എടുത്ത ഭാഗം അല്ലാത്ത ഭാഗം കൂടെ കയറി ഇറങ്ങി നിന്നിട്ട് അതൊക്കെ നല്ല മൂപ്പായതാ. താഴെ വീഴുന്ന എന്തായാലും ഷീറ്റിക്കാം, അത് കുഴപ്പമൊന്നും പറ്റൂല. ഇതങ്ങോട്ടൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ഏകദേശം കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് നോക്കി പറിക്കാനുള്ളത് നല്ല സൂപ്പർ സാധനം. കണ്ണിട്ടിട്ടോ ഇഞ്ഞോളെ അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊക്കെ നല്ല വലിപ്പമുള്ളതാ. പുളി എന്നാലും ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു എത്ര പുളിയാണെങ്കിലും. ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചാണ്ടല്ലോ നമ്മൾ ചക്കയൊക്കെ പഴുത്ത് കിട്ടിയാലേ നിർത്തണം തോന്നും, പക്ഷെ കഴിയൂല, തിന്നോണ്ടേ നിൽക്കും. ബിയമോളൊക്കെ ഒരു കുപ്പിയൊക്കെ ഇട്ടൊക്കെ കാണാം, അത്രയും പെട്ടെന്ന് തീർക്കും. പിന്നെ സ്കൂളിൽ ഇത് കൊണ്ടുപോയിട്ട് അവളെ ഫേമസ് ആക്കിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറിക്കാൻ പറ്റിയ പെട്ടെന്ന് പണി ചെയ്യൂല്ലേ. പക്ഷെ കിട്ടൂലല്ലോ. ഇനിയുള്ളതൊക്കെയാണ് ടാസ്കുകള് മുകളിലോട്ടുള്ളത്. അങ്ങോട്ടുള്ളതൊക്കെ ഇതിന് മരത്ത് കയറി പറിക്കൽ കുറച്ച് റിസ്ക്കാ, വേഗം പൊട്ടും. പിന്നെ കൂടുതൽ കായുള്ള കൊമ്പും കൂടെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോരും വെയിറ്റ് കൊണ്ട്. ഒന്നുകൂടെ ഒന്ന് മുകളിൽ കയറട്ടെ. ഒരു ഐഡിയ പറയാട്ടത്, നിങ്ങൾ കൊട്ടയിൽ വലിച്ചാൽ പറ്റുന്നൊക്കെ ഇട്ട് പറിക്കുക. കൊമ്പ് താത്താനില്ല, വേഗം പൊട്ടും. അത് നമുക്ക് പായ് വിരിച്ചിട്ട് നമ്മളെ തോട്ടിയിട്ട് പറിക്കാം. ഇതുണ്ടോ കാണിച്ചോർക്ക് മൂപ്പായത് ഇങ്ങനെ നിറണ്ടാവും. പക്ഷെ നല്ല വലുപ്പമുണ്ട്, നല്ല സൂപ്പർ സാധനം. നമുക്ക് ഇത് അധികം മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പറിച്ച് കുറേ സമയം കഴിഞ്ഞാൽ ഇതുപോലെ വരും. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നിലത്തിടാതെ പറിച്ചാണ്. പക്ഷെ വേഗം ഒരു ഡാമേജ് വരും. അപ്പൊ നമുക്ക് ഇനിയുള്ളത് തോട്ടിയായിട്ട് പറിക്കുക. ഇത് കണ്ടില്ലേ നമ്മളെ കുപ്പിയായിട്ടുണ്ടാക്കിയ, ഇത് സൂപ്പർ ഐഡിയ കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ പറിക്കാൻ ഏറ്റവും നല്ലതാ. ഇങ്ങനെ പിടിച്ചിട്ടേ ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടോ, ചിലതൊക്കെ വീഴും, എന്നാലും കുറെ കുപ്പിയിലും വീഴും, കുറെ താഴെ വീഴും. താഴെ വീണ ഷീറ്റില്ല ഉണ്ടോ. കുലുക്കുമ്പോഴാണ് പ്രശ്നം. ഇതിന് നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്ക് കുപ്പിയിലല്ല കിട്ടുക, ഷീറ്റിലാണ് കിട്ടുക. എന്നിട്ടുണ്ടോ ഇതുപോലെ ഉണ്ടാവും. അവിടുന്ന് കൊട്ടയൊക്കെ ഇട്ടില്ലെങ്കിൽ ഇതിൽ വെയിറ്റ് കൂടിയാലും പ്രശ്നമാണ്.
ബിയ നിങ്ങണോ? നിങ്ങോട്ട് വാ, ഇഷ്ടം പോലെ അരിനെല്ലിക്കണ്ട്. ബിയ ആ ഷീറ്റിൽ വീണ് കേട്ടോ, അല്ലാതെ മൊത്തത്തിലൊന്നും ഇത് കിട്ടണില്ല. ഇത് കിട്ടും കറക്റ്റ് ഇങ്ങനെ ഈ എങ്ങനെയല്ല, കുത്തൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഇത് കുറച്ച് ചെരിഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ കുപ്പിയിൽ കയറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാ. കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. എന്തായാലും ഇപ്പം ഉച്ച ആവുന്നതിന്റെ മുന്നേ തന്നെ ഇപ്പം മഴയൊക്കെ പെയ്യും തോന്നുന്നു. ഇത് കുറച്ചുകൂടെ കിട്ടും കുഞ്ഞോളെ, മുകളിൽ കയറിയിട്ട് കുപ്പിയിൽ പറിക്കുകയാണെങ്കിൽ. ഇങ്ങനെ നിന്നിട്ടാണ് കിട്ടാത്തത്. എന്തായാലും മുകളിൽ കയറാം. ബിയ ഇത് എടുത്തു തരും അപ്പച്ചിക്ക് തോട്ടി. ഇതിലേക്ക് പെറുക്കുക. എന്നാ അപ്പച്ചി കയറുമ്പോ ഈ തോട്ടി തരണം കേട്ടോ. എന്നാലും മഴ വരുമ്പോൾ നമുക്ക് പറിച്ചിട്ട് വേഗം പോകാൻ പറ്റുള്ളൂ. അയ്യോ, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് സുഖം. പക്ഷെ പിടിച്ചാൽ കൊമ്പ് കിട്ടൂല്ലേ? ഇവിടെ നോക്ക്, എന്തായാലും പിടിച്ചാൽ കൊമ്പ് കിട്ടും. നോക്കട്ടെ നിക്കാൻ കഴിഞ്ഞ. അയ്യോ നാളെ ഇതിങ്ങനെ കിട്ടാൻ എന്ത് സിമ്പിളായിരുന്നു പരിപാടി. തലക്കിടുന്നില്ല. അല്ല കൊട്ടന്ന് എടുത്തു തരുമോ? ചെറിയ കൊട്ട തോട്ടിയല്ല, കുറച്ചൊക്കെ പറ്റി കൈയായിട്ട് ഇങ്ങനെ പറിക്ക. വേണ്ട, അതിലെല്ലാം നെല്ലിക്കയിൽ ഇട്ടിട്ട് കൊട്ട കൊടുത്താ വേണ്ട. എറിയോ? എറിയാൻ പറ്റൂല. അതല്ല, എറിയടി. അങ്ങനല്ല, കുറച്ചുകൂടെ ഇട്. അയ്യടി, ഒന്നുകൂടെ ഇതില് കിട്ടും. ഒറ്റ ഒരു നെല്ലിക്കട വെക്ക്, എന്നിട്ട് അവിടെ വെക്ക്. വേഗം സമയം പോണ്ട്. ഇട്, പൊന്തിച്ചിട്, ഇട്. അങ്ങനെ ഇട്ട് ഓളൊരു കയ്യിൽ നെല്ലിക്ക പിടിച്ചിട്ട് ഏറിവിടെ എത്തണില്ല. ബിയമോൾ അതിന്റെ ഒപ്പാണ് പൂച്ച പ്രസവിച്ചിട്ട്. എങ്ങനെ ഇവിടെ എത്തിട്ടോ. ഒന്നും ഓവർ ചെയ്യാൻ പറ്റില്ല. ഷീറ്റിൽ പോവില്ലേ, കിട്ടൂലേ? ഷീറ്റ് കുറച്ച് വലിച്ചു വെക്കണോ? ഞാൻ കൈയായിട്ട് കിട്ടുന്ന അത്രയും ഇവിടുന്ന് പറിക്കാന്ന് വെച്ചിട്ടാ. അല്ല, തട്ടി വീഴുമ്പോ ഷീറ്റ് ഇങ്ങോട്ട് ഇല്ലെങ്കിൽ അതാ അത് മുകളിൽ നിന്ന് വെറുതെ വീണ. ഞാൻ കൈയായിട്ട് കിട്ടുന്ന ഇങ്ങനെ പറിക്കട്ടെ. ഇതിന്റെ മുകളിൽ നോക്ക്, ഇഷ്ടം പോലെ എന്ത് കാണുന്നുണ്ടോ? അയ്യോ, അവിടെ നിക്കാൻ കഴിഞ്ഞെങ്കില് ഒക്കെ പറിക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതോ. ഇത് താങ്ങൂലല്ലേ അങ്ങോട്ട് കയറിയാല്? അമ്മോ, പറിക്കാൻ പറ്റൂല. എന്താ ഭംഗി കാണാന്. അപ്പൊ നമ്മളിതാ ഇത്രയും അരിനെല്ലിക്ക പറിച്ചിട്ടുണ്ട്. ഷീറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെറുക്കിയെടുക്കാണ്ട് ഈ കൊട്ടയിലുണ്ട്. ഇതൊക്കെ നമ്മള് നേരെ ഷീറ്റിലേക്ക് വീണതാ. അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാം. ഡാമേജും കാര്യമൊന്നും വന്നിട്ടില്ല, നേരെ ഷീറ്റിലേക്ക് വന്നോണ്ട്. എന്നാലും ചെറിയ പൊടിയും കാര്യമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പിടിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. മുകളിൽ നോക്കി കുറച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് അച്ചാറിടാനും ഉപ്പിലിടാനൊക്കെ ഉള്ളതാണ്. അപ്പം എല്ലാം പറിച്ചു കഴിഞ്ഞാൽ ഭരണി കുറവാണ്. ഇന്ന് കുറച്ച് ചില്ലി ഭരണിയൊക്കെ കൊണ്ടുവരാനുണ്ട്. അത് കൊടുത്തിട്ട് വേണം നമുക്ക് ബാക്കി നാളെ കൂടെ പറിച്ചെടുക്കാം. എല്ലാം ഒരുമിച്ച് പറിച്ചാൽ നമുക്ക് റെഡിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഒരു കേടായ പോലെ ആവും. അപ്പൊ നമുക്ക് ഇത് അയക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ അച്ചാറും ഉപ്പിലിട്ടൊക്കെ കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അതൊക്കെ ഇട്ട് സെറ്റാക്കുന്ന പണിയിലാണ്. അപ്പൊ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ എന്തായാലും വീഡിയോയിലിടും. അപ്പൊ ആവശ്യമുള്ളവർ പറഞ്ഞാലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെയുള്ള നേരിട്ട് പറിക്കുന്നത് എത്തിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇതുപോലെയൊക്കെ ആവും കേട്ടോ.
ഇതൊക്കെ നമ്മൾ പറിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങനെ ഒരു ഡാമേജ് ആയ പോലെ ആവും. ഡാമേജ് പറയുന്നത് ഇത് ഫ്രഷ് തന്നെയാണ്, പക്ഷെ നിലത്തിടാതെ പറിച്ചാലും നിലത്ത് വീണ് പറിച്ചാലും ഒക്കെ സംഭവം കുറച്ച് സമയം കഴിഞ്ഞ് ഒക്കെ ഒരു കേടായ പോലെ ആവും. അപ്പൊ അടുത്തുള്ളവർ വരികയാണെങ്കിൽ ഇന്ന് നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്ന് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ബാക്കിയൊക്കെ നമുക്ക് നമ്മൾ ആവശ്യമില്ല, നമ്മൾ അച്ചാർ ഉപ്പിലിടാൻ നമുക്ക് ഒരു വട്ടം കൂടെ നമുക്ക് പറിക്കാനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ നേരിട്ടും കൊണ്ടുപോവാം. അല്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഉപ്പിലും അച്ചാറൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും ആവശ്യമുള്ളത് പറഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്ത് തരും.